പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പിന്റെ ആഴ്ചയിൽ വ്യാഴാഴ്ച ദിവസമാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 24 അധ്യായം 36 മുതൽ 43 വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ ധ്യാനിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് ഇന്നത്തെ സുവിശേഷ രംഗം. ഈശോ ശിഷ്യന്മാരുടെ മുമ്പിൽ വരുമ്പോൾ അവർക്ക് സമാധാനം ആശംസിക്കുന്നു. പക്ഷെ ആ വാക്കുകൾ കേട്ട് ശിഷ്യന്മാർ ഭയന്ന് വിറയ്ക്കുന്നു. വളരെ വിരോധാഭാസം തോന്നുന്ന കാര്യങ്ങളാണത്. ഈശോ ആശംസിച്ചത് അവർക്ക് സമാധാനമാണ്, പക്ഷെ അവർ ഭയന്ന് വിറയ്ക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. അവര് 3 വർഷം കൂടെ നടന്നവരാണ്, എല്ലാം നേരിൽ കണ്ടവരാണ്, പറഞ്ഞിട്ടുള്ളതെല്ലാം കേട്ടിട്ടുള്ളവരുമാണ്. എന്നാൽ ആ ശിഷ്യന്മാരാണ് വിശ്വാസത്തിൽ കുറവുള്ളവർ. അകലെ നിന്ന് കണ്ടവരും ഈശോയെ അകലെ നിന്ന് അനുഭവിച്ചവരുമൊക്കെ വിശ്വസിക്കുന്ന ആളുകളായി മാറുന്നത് ഉത്ഥാനത്തിന് ശേഷം നമ്മൾ കാണുന്നു. ഈശോ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്നതാണ്. ഈ ശിഷ്യന്മാരെ പോലെ നമ്മൾ കൂടെ നടക്കുന്നവരാണ്, എന്നും തിരുവചനം കേൾക്കുന്നവരാണ്, ഈശോ ചെയ്തിട്ടുള്ളതൊക്കെ വായിച്ച് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ പള്ളിയിൽ പോകുന്നതാണ്, ചുരുങ്ങിയത് ഞായറാഴ്ചകളിലെങ്കിലും, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു. സത്യത്തിൽ നമുക്ക് ഉള്ളിൽ ആഴമായ വിശ്വാസമുണ്ടോ? ഈശോയുടെ ഉയർപ്പ് നമ്മൾ സത്യത്തിൽ ആഴത്തിൽ ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നാം അത് ഏറ്റുപറയാനും അംഗീകരിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ തയ്യാറാകുന്നുണ്ടോ? അതെയോ അതൊരാഘോഷമായിട്ട് ഒരു വർഷത്തിൽ കടന്നു വന്ന ഒരു സമയം മാത്രമായിട്ട് നമ്മളെ കടന്നുപോയോ? അതോ ഈശോയുടെ ഉയർപ്പ് നമുക്ക് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറിയോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളോടും അങ്ങയുടെ സമാധാനം ഓരോ ദിവസവും ഞങ്ങൾക്ക് ആശംസിക്കണമേ. അങ്ങയുടെ സമാധാനത്തിൽ ഞങ്ങൾ ജീവിക്കാനും അങ്ങയുടെ സമാധാനം ഹൃദയത്തിൽ ഉള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങളെ അലോരസപ്പെടുത്താനും അങ്ങ് അനുവദിക്കരുതേ. അങ്ങയുടെ ഉയർപ്പിനെ ആഴത്തിൽ വിശ്വസിക്കുവാനും അത് മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാനും അതിനുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്താനും അങ്ങ് ശക്തരാക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.